മനസ്സിലായ സംശയം? ഇതിനോട് ബന്ധപ്പെട്ടതാണ് ചോദിക്കുക. ചോയ്സ് അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുന്നത്. പക്ഷേ ശാസ്ത്രത്തിൽ മുൻപോട്ട് പോകാൻ കഴിവുള്ള മനുഷ്യനെ പോലെ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പേരിൽ നടത്തി നിൽക്കാൻ കഴിയും. അവരങ്ങനെ മുമ്പോട്ട് പോകില്ല. അവർ ലീഡേഴ്സാണ്. സ്വാമി പറഞ്ഞു സാധാരണ ആൾക്ക് കഴിയാത്തതാണ് സ്വാമി പറഞ്ഞത്. അതിനോട് യോജിക്കാം. പക്ഷേ രാമായണനെ പോലെ കണക്കിലോ അല്ലെങ്കിൽ ശാസ്ത്രത്തിലോ മുമ്പോട്ട് പോകാൻ കഴിവുള്ള ആളുകൾക്ക് അവരും ഈ വേദിക്ക് നടത്തി നിൽക്കുമെന്ന് പറയുന്നത് ഭംഗിയാണ്. അവരും ഈ സാധാരണക്കാരുടെ ഈ കാഴ്ചപ്പാട് മുമ്പോട്ട് പോകണ്ട എന്ന ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. അതും കൂടെ അല്ല, ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. ഞാൻ സാധാരണക്കാർ പോലും വേലിക്കെട്ടിൽ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഉദാഹരണത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഒരു വ്യക്തി ആനന്ദം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ നിർമ്മിതമായ അച്ചടക്കത്തിൽ നിൽക്കണം എന്നുള്ളത് മസ്റ്റാണ്. മറ്റതൊക്കെ ഞാൻ നിർദ്ദേശിച്ചാലും അയാൾ നിൽക്കുവോ? ഒരു കോഴി കൂവിയാൽ സൂര്യൻ ഉദിക്കുവോ? ഞാൻ വിടുന്നോണ്ട് ഈ എത്ര പേരുണ്ട് നിങ്ങൾ? അറൗണ്ട് 100. ഞാനും ഈ 100 പേരും കൂടി വിടുന്നതുകൊണ്ട് ശബ്ദിച്ചാൽ മാത്രം ലോകം മുഴുവൻ ഈ വേലിക്കെട്ടിനുള്ളിൽ വരുമോ? അതുകൊണ്ട് വ്യക്തി അവന്റെ അന്തർഗതങ്ങളെ വിശ്വവിശാലമായൊരു വീക്ഷണത്തിലേക്ക് വികസിപ്പിച്ചാൽ അവന്റെ ലോകം അതായിത്തീരും എന്നുള്ളത് തീർച്ചയാണ്. അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയല്ല, ആരെങ്കിലും കേട്ടെങ്കിൽ തിരുത്തണേ. അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഉപകാരമാണ്. നിങ്ങൾ പലതരത്തിൽ കേൾക്കാം. ആ മനസ്സിന്റെ അനുസരിച്ച് പലതരത്തിൽ കേൾക്കാം. 5 തരത്തിൽ കേൾക്കും. അതാണല്ലോ ഞാൻ മുമ്പ് പറഞ്ഞ് അന്ധൻ ആനയെ കണ്ട പോലാവും. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ എനിക്ക് വലിയ ഉപകാരമായി. അത് നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കും, അദ്ദേഹത്തിന് മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കില്ല. കാരണം ഞാൻ പരിചയപ്പെട്ട കാലം പോലെ നാരായണപിള്ള ഒരു വലിയ വിശ്വസ്നേഹിയാണ്. നാരായണപിള്ള സംശയങ്ങൾ ചോദിക്കുന്നതും നാരായണപിള്ളയ്ക്കല്ലാന്ന് എനിക്കറിയാം. ഉത്തരം നാരായണപിള്ളയുടെ ഉള്ളിൽ ഉണ്ടായിട്ടാണ് നാരായണപിള്ള പലപ്പോഴും സംശയം ചെയ്തത്. അതൊന്ന് പ്രമാണഭൂതമായി ആളുകൾ അറിഞ്ഞോട്ടെ, വന്നിരിക്കുമ്പോൾ ഒരു ഉപകാരം. അതിനപ്പുറം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തോ അതിനിടയ്ക്ക് കൈ കൊടുക്കുന്നവർക്കുണ്ട്. നിങ്ങൾ തമ്മിൽ വല്ല ഏറ്റുമുട്ടലുണ്ടോ? അവനീ ക്രെഡിറ്റ് കിട്ടാത്തതുകൊണ്ടായിരിക്കും അതിന് പണിയെടുക്കണമെന്ന് തിരിച്ചു പറഞ്ഞു. ശരി. അപ്പൊ നമ്മുടെ പുറകിൽ ഈ ഒരു ശബ്ദമുണ്ട്, ഒരു പദവിന്യാസം. എല്ലാ കർമ്മങ്ങളിലുമുണ്ട്, ആചാരങ്ങളിലും ഇതുണ്ട്. അപ്പൊ പ്രാചീനമായി നോക്കിയാൽ ഈ അറിവ് ആചാരങ്ങളിലൂടെ വികസിച്ചു വന്നു എന്ന് കാണാം. അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ വഴിത്തിരിവിലെത്തിയത്. ഈ ജ്ഞാനെന്ന അഹം ആ ബ്രഹ്മസ്തംഭ പര്യന്തം ഒന്നാണെന്ന അറിവ് കണ്ടെത്തുന്നത് വിരലിലെണ്ണാൻ ആളുകളാണെങ്കിലും ആചാരത്തിലൊരു ജനതയെ മുഴുവൻ അങ്ങനെ കൊണ്ടുപോകാൻ കഴിയും. മനസ്സിലായില്ല? ഇതറിയാതെ അറിഞ്ഞവൻ അനുഭവിക്കുന്നതിനേക്കാൾ സുഖം ആചരിക്കുന്നവന് ലഭിച്ചുവെന്നും വരും. മനസ്സിലായില്ല? എന്നാൽ ആചരിക്കുന്നവനോട് എന്താ അങ്ങനെ ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ വിശദീകരിക്കാനായിക്കൊള്ളണമെന്നില്ല. വിശദീകരിക്കുന്നവൻ ആചരിച്ചു കൊള്ളണമെന്നുമില്ല. മനസ്സിലായില്ല?
ഫീൽഡ് രണ്ടാണ്. ആചാരങ്ങളിലൂടെ ജനത ആനന്ദമനുഭവിച്ചത് അങ്ങനെയാണ്. അപ്പൊ ഈ അറിവൊക്കെ അന്ന് ഉണ്ടായെങ്കിൽ ആ അറിവിനൊരു ആചരണം വേണം. അതും ഇവിടെ ഉണ്ടായിരുന്നു. ശാസ്ത്രത്തിന്റെ വികാസത്തിലാണ് ഈ ആചരണം മാറിയത്. മനുഷ്യന്റെ ജനനങ്ങളെക്കുറിച്ചുള്ള പ്രാചീനന്റെ പഠനങ്ങൾക്ക് ഈ ആചാരത്തോട് വളരെ യോജിപ്പുണ്ട്. അത് ശാസ്ത്രീയമല്ല എന്ന് തന്നെ ആദ്യം എടുക്കുക, എന്നിട്ട് പിന്നെ ശാസ്ത്രീയമാണ് എന്ന് തോന്നിയാ സ്വീകരിക്കുക. ഒരു ജീവൻ 84 ലക്ഷം ഭിന്ന ഭിന്ന യോനികളിൽ ജനിച്ചാണ് മനുഷ്യനാകുന്നത്. ആദ്യമായി മനുഷ്യനാകുന്നത് മിനിമം ജനനമായി പ്രാചീന സങ്കല്പം. മിനിമം തോക്കാതെ എല്ലാ ക്ലാസ്സിലും ജയിച്ചു വന്നവൻ. ചില ക്ലാസ്സിലൊക്കെ 2-3 കൊല്ലമൊക്കെ ഇരിക്കും. അവരുടെ ലക്ഷമൊക്കെ കൂടും. ആ മിനിമം പാസ് കിട്ടി ജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവന് 84 ലക്ഷം ഭിന്ന ഭിന്ന യോനികളുടെ സംസ്കാരമുണ്ട്. അതവന്റെ ആഹാരത്തിലുണ്ട്, നീഹാരത്തിലുണ്ട്, മൈഥുനത്തിലുണ്ട്, നിദ്രയിലുണ്ട്. ഈ സംസ്കാരമെല്ലാം അതെല്ലാം നിങ്ങൾക്ക് നിങ്ങൾ ആ പ്രക്രിയകളിൽ എത്തുമാറ് ജീവിതം എത്തിയെങ്കിൽ 3 തലകുലിക്കാൻ മതി. ബാലരനോടാ 3 തലകുലിക്കാൻ മതി. 1 തല കുലിക്കണ്ട. പരിചയമില്ലാത്തവനൊക്കെ തല കുലിക്കിയാൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിനക്ക് ശരിയൊന്നത് നിനക്ക് അതും അറിയാവുന്നുള്ള മനസ്സിലായി വെച്ച് കള്ള. അപ്പോ ഇവയെല്ലാം മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ ഭിന്ന ഭിന്ന യോനിയുടെ സംസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയാണ്. എല്ലാം ഒരു സൂവിൽ ചെന്നിട്ട് കടല പെറുക്കി കുരങ്ങന് കൊടുത്ത് അത് തിന്നുമ്പോൾ നിങ്ങളുടെ വാ ചവയ്ക്കാനൊരുങ്ങുന്നതും സന്തോഷിക്കുന്നതും മനുഷ്യനായിട്ടോ കുരങ്ങായിട്ടോ എന്ന് വീട്ടിൽ പോയി ആലോചിച്ചാണ്. ജീവിതാസ്വാദനത്തിന്റെ ഒരു ആടിന്റെ മുട്ടനാടിനോ ഒരു കൊച്ചു മൂരിക്കുട്ടനോ പിണ്ണാക്കിട്ട് വെള്ളം കലക്കി വെച്ച് ആ പിണ്ണാക്ക് മെല്ലെ അടിയിൽ നിന്നൊരൽപ്പം പൊക്കി താഴോട്ടിടുമ്പോൾ അവൻ ആ മോന്ത താഴ്ത്തി പിണ്ണാക്ക് ഇട്ട് ഒന്ന് മുക്കറ മുകളിലേക്കിട്ട് വീണ്ടും നിങ്ങൾ ആ പിണ്ണാക്ക് പയ്യെ പൊക്കിക്കൊടുത്ത് വെള്ളം കുടിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ഇത്ര പരിചയസമ്പന്നരായി ആദ്യമായി വെള്ളം കൊടുക്കുമ്പോഴും ഇവനെ കുടിപ്പിക്കുന്നത് നിങ്ങൾ കുടിച്ച ഓർമ്മയിലോ? എന്ന് വീട്ടിൽ ചെന്നിട്ട് ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ അങ്ങനെയൊക്കെ വിളിച്ചു എന്ന് നിങ്ങൾ പറയുന്ന ഇങ്ങനെ കൊടുത്തിട്ടില്ലേ? ഇനി കൊടുക്കുകയല്ലേ? സംസ്കാരം പോയി. അപ്പൊ നിങ്ങളിലെ ആ പിതൃപിതാമഹന്മാർ മനസ്സിലായില്ല. പിന്നെ എത്ര പിതൃപിതാമഹന്മാരാ ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുന്നത്. 84 ലക്ഷം ഭിന്ന ഭിന്ന യോനികളിലെ പിതൃപിതാമഹന്മാർ ജീവിതായോധനത്തിൽ അറിഞ്ഞ അറിവുകളെ മുഴുവൻ ബീജഭാഗത്തിൽ ബീജഭാഗാവയവത്തിൽ ക്രോമസോമിൽ ജനിതകത്തിൽ സംഭരിച്ച് 84 ലക്ഷം ഭിന്ന ഭിന്ന യോനികളുടെ സംസ്കൃതിയുമായി എത്തിയിരിക്കുന്ന മനുഷ്യൻ.
പൂർവികരെന്ന് പറയുമ്പോൾ പരിണാമ ശൃംഖലയുടെ സാർവജനീനതയെ പുൽകി വരുന്ന ഈ യോനികൾ മുഴുവൻ, ഈ അറിവിന്റെ ആകരങ്ങൾ മുഴുവൻ പൂർവപാരമ്പര്യത്തിൽ ഇങ്ങനെ നിരന്നു നിൽക്കുമ്പോൾ അവയിൽ ഒന്നിനു പോലും പോറൽ വരാത്ത ആ പാരമ്പര്യത്തിൽ ഒന്നിനെപ്പോലും ഹിംസിക്കാത്ത, അതിലൂടെ തന്റെ പൂർവ സംസ്കൃതികളെ ഒന്നിനെപ്പോലും തകർക്കാത്ത, ആ ചെയ്തിയിലൂടെ പൂർവ സംസ്കൃതിയെ മുഴുവൻ അബോധത്തിൽ നിന്ന് പ്രബോധനമാക്കി ഉണർത്താൻ പോന്ന അബോധ പ്രബോധനം മിത്ത്. ജാഗ്രത തരുന്ന പരിമിതമായ അറിവിനപ്പുറം സ്വപ്നജനീനമായ കാലാതീത സത്യങ്ങളെ അറിയുന്ന മിത്തിക്കലായ അറിവ്, ആർക്കിടൈപ്പുകളുടെ അറിവ്, പൂർവരൂപങ്ങളുടെ അറിവ്. എന്റെ പൂർവരൂപങ്ങളുടെ, രാമായണവും മഹാഭാരതവും ഒക്കെ വായിക്കുമ്പോൾ ആ ജടായുവും സംവാദിയുമൊക്കെ കഥാപാത്രങ്ങളാകുമ്പോൾ അതിലെ മാനവനും അതിലെ വാനരനും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ലോകത്തെവിടെയോ ഞാനുമെന്നോ ഉണ്ടായിരുന്നു എന്ന തോന്നലിൽ വരുന്ന പൂർവരൂപ സമ്മിശ്രമായ ഒരു അബോധ പ്രബോധനം യുക്തി വരുന്നതുവരെ. മനസ്സിലായില്ല? അല്ല, യുക്തി വന്നാൽ ഇതങ്ങ് മറക്കും. എവിടെയോ എന്നോ ഈ മന്ധരയെ എനിക്ക് പരിചയമുണ്ടെന്നും എവിടെ വെച്ചോ ഞാൻ ഈ കൈകേയിയെ പരിചയപ്പെട്ടിരുന്നുവെന്നും എവിടെ വെച്ചാണെന്നറിയില്ല ഈ കൗസല്യ എനിക്ക് സുപരിചിതമാണെന്നും ഒക്കെ വായനക്കാരന് തോന്നുമ്പോൾ ഋഷി കവി ഉണർത്തുന്നത് നിങ്ങളുടെ ജാഗ്രത യുക്തികളുടെ അറിവിന്റെ മേഖലകളല്ല, നിങ്ങളുടെ അബോധ പ്രബോധനത്തിന്റെ ആന്തരിക ലോകങ്ങളെ പൂർവ രൂപങ്ങളിൽ വെച്ച് ആനയിച്ചുണർത്തുകയാണ്. പറ്റുമോ? പഠിച്ചു തീരുന്നതിന് മുമ്പ് മറക്കുകയല്ലേ. പണ്ടൊരു രസികൻ പറഞ്ഞ പോലെ, പലയിടത്ത് പറഞ്ഞതാണ്, കുറച്ചുപേര് കേട്ടതാണ്, എന്നിരുന്നാലും പണ്ടൊരു രസികൻ പറഞ്ഞതാണ്. അതായത് രാവിലെ എൻ്റെ അമ്മച്ചി നല്ലൊരു കുറ്റിയെടുക്കും, പൂട്ടുകുറ്റി. അതിനകത്തേക്ക് ആദ്യം കുറച്ച് അരിപ്പൊടി ഒന്ന് വറുത്ത് വാരിയിടും. അത് കഴിഞ്ഞ് അമ്മച്ചി കുറച്ച് തേങ്ങ ഇടും, അല്ലെങ്കിൽ കാരറ്റ് ചീകിയിടും. വീണ്ടും അമ്മച്ചി അതിൻ്റെ പുറത്ത് അരിപ്പൊടി ഇടും, വീണ്ടും തേങ്ങ ഇടും, വീണ്ടും അരിപ്പൊടി ഇടും. 1-2 മണിക്കൂർ ഇത് വേഗം വെക്കും. വെന്ത് കഴിഞ്ഞാൽ അമ്മച്ചി ഒരു തൂശനല വെച്ചിട്ട് ഇത് തള്ളിയങ്ങ് വെക്കും. കുഴലമ്മച്ചിയും കൊണ്ടുപോകും, പുട്ട് കിട്ടും. കണ്ടിട്ടില്ല, ഈ അനുഭവമില്ല. ഒന്നാമത്തെ പീരീഡ് കണക്ക് പഠിപ്പിക്കും, രണ്ടാമത്തെ പീരീഡ് മലയാളം പഠിപ്പിക്കും, അരിപ്പൊടി തേങ്ങ. മൂന്നാമത്തെ പീരീഡ് ഊർജതന്ത്രം പഠിപ്പിക്കും, അരിപ്പൊടി. നാലാമത്തെ പീരീഡ് ഹിന്ദി പഠിപ്പിക്കും, തേങ്ങ. അഞ്ചാമത്തെ പീരീഡ് വീണ്ടും കെമിസ്ട്രി, അരിപ്പൊടി വാരിയിടും. ആറാമത്തെ പീരീഡ് വീണ്ടും ഇംഗ്ലീഷ് പഠിപ്പിക്കും. അവസാനം 1 കൊല്ലം കൊണ്ട് പാകമാകും. മാർച്ച് മാസത്തെ പരീക്ഷയിൽ പേപ്പറിലേക്ക് ഇത് തള്ളിവെക്കും. ഈ കുഴല് പോലെ ഞാൻ വീട്ടിലേക്ക് പോരും. ശരിയല്ല?
ശരിയല്ല. അബോധ പ്രബോധനമില്ലാതെ ഓർത്തിരിക്കുമെങ്കിൽ 15 കൊല്ലം പഠിപ്പിച്ചവൻ അതേ വിഷയം 16-ാം കൊല്ലം വീണ്ടും പ്രിപ്പയർ ചെയ്യുന്നത് കാണുമ്പോൾ രാവിലെ പ്രിപ്പയർ ചെയ്തില്ല, ഇന്ന് ഞാൻ എന്തെടുക്കുവാവോ, ഗ്യാസ് അടിച്ച് നിൽക്കണമല്ലോ എന്നോർത്ത് അധ്യാപകർ വിഷമിക്കുന്നത് കാണുമ്പോൾ ഈ പൂട്ടുകുറ്റി എത്ര ഗംഭീരനാണെന്നൊന്ന് ആലോചിച്ചു നോക്കുക. ശരിയല്ല, ശരിയല്ല. ഇതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയല്ല, ഇത് വളരെ രസകരമാണ്. എവിടെ എൻ്റെ അബോധത്തിൽ പ്രബോധനമുണർത്തുന്നുവോ ആ അറിവുകൾ എൻ്റെ കോശാന്തരങ്ങളിലെ മസ്തിഷ്കങ്ങളിലാകെ വ്യാപിക്കും. നീന്തൽ പഠിച്ചവന്റെ കാലിന്റെയും കൈയുടെയും മസ്തിഷ്കം അത് ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ എത്ര സംവത്സരം കഴിയുമ്പോഴും മറവി വരാതിരിക്കുകയും അവന്റെ മസ്തിഷ്കത്തിന്റെ പ്രയോജനമില്ലാതെ കാലും കൈയും അതിന്റെ മസ്തിഷ്കം കൊണ്ട് നീന്തുകയും ചെയ്യും. മനസ്സിലായില്ല? അപ്പൊ ഓരോ കോശത്തിനും മസ്തിഷ്കമുണ്ട്, മുകളിൽ അറിയിക്കാതെ ചെയ്യാൻ. ഡ്രൈവിംഗ് നന്നായി പഠിച്ച ഒരുത്തൻ അവന്റെ കാലിലും കൈയിലും അത് പഠിച്ചു കഴിഞ്ഞാൽ ഒന്ന് മയങ്ങുമ്പോഴും കാലിന്റെയും കൈയുടെയും മസ്തിഷ്കം ഉണർന്നിരിക്കും. ഡ്രൈവിംഗ് സ്കൂൾ അധ്യാപകനാണെന്ന് തോന്നുന്നു. ശരിയാണ്. ഓടിച്ചു പോകും. സേഫ് ഡ്രൈവിംഗ് ലൈഫാണെന്ന് തോന്നുന്നു. അതിനാ പറയാൻ തുടങ്ങുന്നു. ഇപ്പൊ ജീവിതായോധനത്തെ നോക്കിക്കണ്ടാൽ അബോധ പ്രബോധനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അത് ആചാരങ്ങളിലൂടെയാണ് ജനത പഠിച്ചത്. ഇനി അതിലേക്ക് വരാം. ആ ബ്രഹ്മ സ്തംഭ പര്യന്തം ഗവേഷണം ചെയ്യുന്നവൻ, അതുകൊണ്ടാണ് അവന് റിസൾട്ട് ഉണ്ടാകും. നിങ്ങൾക്കത് എടുത്തുപയോഗിക്കുമ്പോൾ കാണുകയിലാണ്. ഗവേഷകന്റെ അറിവ് പിന്നീടെടുത്ത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ കാണാതെ വരുന്നത് അതുകൊണ്ടാണ്. അവൻ ഗവേഷണം ചെയ്യുമ്പോൾ അവന്റെ പൂർവാനുഭവങ്ങൾക്കനുഗുണമായ ചുറ്റുപാടുകൾ അവൻ ഉണ്ടാക്കിയതുപോലെ പിന്നീട് കച്ചവടത്തിൽ നിങ്ങൾ ഉണ്ടാക്കുന്നില്ല. അതാണ് ഗവേഷകനും കച്ചവടക്കാരനും തമ്മിലുള്ള വ്യത്യാസം. ഗവേഷകൻ അവന്റെ പൂർവസ്മൃതിയിൽ വെച്ച് കണ്ടെത്തുന്നത് അതിനു വേണ്ട സാഹചര്യങ്ങൾ പ്രകൃതി ഒരുക്കി വച്ചിരിക്കുമ്പോഴാണ്. നിങ്ങളുടെ ബോധത്തിന്റെ അബോധ തലങ്ങളിൽ അതില്ലാതെ അതിനെ വിലയ്ക്ക് വാങ്ങി പേറ്റന്റ് സ്വീകരിച്ച് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിലെ മാറ്റർ ബേസ്ഡ് എക്കണോമിയും മാറ്റർ ബേസ്ഡ് പരീക്ഷണവും മാറ്റർ ബേസ്ഡ് ആയിട്ടുള്ള സംഗതികളും ഒരുക്കുന്നു. There is something immaterial. മനസ്സിലാകുന്നില്ല? എവിടെയും ഇങ്ങനെയാണ്. കാരണം അച്ഛൻ ചെയ്ത പരീക്ഷണം മകൻ ചെയ്യുമ്പോ റിസൾട്ട് ഉണ്ടാകണമെന്നില്ല. ആ വാസനയ്ക്ക് അനുഗുണമായി ഉണ്ടാവും. ഇവിടെയാണ് അനേക ജന്മജന്മാന്തരങ്ങളുടെ ഈ കാഴ്ചപ്പാട്. പക്ഷെ ഇതൊരു ആചാരമായി തീരുക എത്ര നൂറ്റാണ്ടുകൊണ്ടായിരിക്കും. ഒരു ശാസ്ത്രവും അതിന്റെ ഗവേഷണവും അതിന്റെ ഫലവും ഒരു ജനതയുടെ നിത്യജീവിതമായി തീരണമെങ്കിൽ എത്ര നൂറ്റാണ്ടുകളുടെ ഗതീയത വേണം. നിങ്ങളുടെ നിയമസംഹിതകൾ സിവിലും ക്രിമിനലുമായവ
നിയമമാക്കി വച്ചിരിക്കുന്നത് നിങ്ങളെ ഭരിക്കുന്ന സ്വതന്ത്ര ഭാരതത്തിന്റെ പ്രഥമ പൗരന് പോലും അജ്ഞാതമാണ്. കൂടിപ്പോയില്ലേ? കൂടിപ്പോയി. അതേ തൊട്ട് പ്രതിജ്ഞ ചെയ്യുമ്പോഴും അതെന്താണെന്നൊരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല. അവിടുന്ന് ഇങ്ങോട്ട് നിങ്ങളുടെ MLA വരെ എല്ലാവരും ഇതേ തൊട്ട് പ്രതിജ്ഞ ചെയ്യും. ഇതെന്താണെന്ന് വ്യാഖ്യാനിക്കണമെങ്കിൽ ശമ്പളം കൊടുത്ത് വേറെ കുറെ പേര് വേണം. ഞാൻ പറയുന്നത് ശരിയാണോ? പ്രസിഡന്റിനറിയാത്ത, പ്രധാനമന്ത്രിക്കറിയാത്ത, മന്ത്രിമാർക്കറിയാത്ത, MP മാർക്കറിയാത്ത, MLA മാർക്കറിയാത്ത ഭരണഘടനയും സിവിൽ നിയമവും ക്രിമിനൽ നിയമവും വെച്ചുകൊണ്ട് ഒരു ജനതയെ, അതൊട്ടും അറിയാത്ത ഒരു ജനതയെ നിത്യവും ഭരിച്ചു പോകുന്ന ഒരു രാജ്യത്തിന്റെ മായാകൽപിത വൈഭവം തിരിച്ചറിയാത്തവനാണ് മായയെ എതിർക്കാൻ പോകുന്നത്. അല്ല, പലതും കോപ്പി അടിച്ചു. അത് പഴയതിൽ നല്ല കോപ്പി അടിച്ചു. എഴുതപ്പെടാത്ത ബ്രിട്ടന്റെ റൂളിൽ, റഫറൻസ് റൂളുകളെല്ലാം ബ്രിട്ടനില്ല. ഇന്ത്യയുടെ റഫറൻസ് റൂളുകളെല്ലാം ബ്രിട്ടനില്ല. ഇത് വെച്ച് പഠിക്കുക നേരം കിട്ടുമ്പോൾ. ദ ലീഗൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ പഠിച്ചിട്ട് വേണേ പറയാൻ. അല്ല ചുമ്മാ കയറി വല്ലതും എഴുന്നള്ളിക്കുകയും ചെയ്തത്. റഫറൻസ് റൂളുകളെല്ലാം മിക്കവാറും അവിടെ ഇതിൽ പലതും അലിഖിതവുമാണ്. ഉണ്ട്, അവിടുന്നൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും കൂടുതൽ ഇവന്റെ, കാരണം നമ്മുടെ പിതാവ് ഇവനാണ്, അവന്റെ തുടർച്ചയാണല്ലോ നമ്മുടെ ജീവിതം. അതുകൊണ്ടാണല്ലോ ആ വേഷവും ഭൂഷവും ഒക്കെ ആചാരമാകുന്നത്. ആ ആചാരം അന്ധമായി പിന്തുടരുമ്പോഴും ഇവിടെ ഉണ്ടായിരുന്ന ആചാരങ്ങളൊക്കെ അന്ധമാണെന്ന് പറയുമ്പോൾ ഇത് അന്ധമാണെന്ന് പറയാനുള്ള ചങ്കൂറ്റവുമില്ലല്ലോ. മനസ്സിലായില്ല? അതുപോലെ വേഷം കെട്ടണം, അതുപോലെ സംസാരിക്കണം, അവിടെ ഉപയോഗിച്ച പോലെ ലോഡെന്ന് വിളിക്കണം. കാര്യം ഇവൻ യെല്ലോ ARD ലോഡ് എന്നുള്ളതിനേക്കാൾ യെല്ലോ AD ലോഡാണെങ്കിലും ശരിയല്ല. നാളെ വലിയ പ്രശ്നമുള്ള വക്കീലും കേൾക്കുന്നുണ്ട്. നമുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പേടിക്കാനില്ല. അതാണല്ലോ നമ്മുടെ എക്സ്ക്യൂസ്. അപ്പൊ അതുകൊണ്ട് ആകെ ചിന്തിച്ചു നോക്കിയാൽ ആചാരം ആയിട്ടില്ല ഇന്നും. അപ്പോ ഇന്നും അത് ആചാരമായിട്ടില്ല. അതിന്റെ പ്രഥമ വിഭാഗങ്ങളിൽ പോലും ഇനി അതിന് വിധി പറയുന്നവനും വാദിക്കുന്ന രണ്ട് വക്കീലന്മാരുണ്ടെങ്കിൽ അവർ മിസ്കോട്ട് ചെയ്താൽ അറിയാതെ പ്രസ്താവിച്ചു പോകും. വളരെ പ്രഗത്ഭന്മാരായ ചില സിവിൽ ക്രിമിനൽ അഡ്വക്കേറ്റ്സ് ഉണ്ട്. അവർ താഴ്ന്ന കോടതികളിൽ മിസ്കോട്ട് ചെയ്യും. ഉപരി കോടതിയിലെത്തുമ്പോൾ അവിടെ ക്രോസിംഗ് ഒന്നും ഇല്ലാത്ത ചില ഘട്ടങ്ങളിൽ ഈ മിസ്കോട്ട് ചെയ്താണ് ഈ നിയമം വന്നതെങ്കിൽ അവിടെ ഇതങ്ങ് മാറ്റുകയുള്ളൂ. താഴെ ഇവിടെ വിധിക്കാനിരിക്കുന്ന ആളിന് ഇത് മുഴുവൻ പഠിച്ചു വെക്കാനൊന്നും പറ്റില്ല. ഇത് കോട്ട് ചെയ്ത് കൊടുക്കുന്ന കൂട്ടത്തിൽ മിടുക്കനാണ് എങ്കിൽ ഒന്ന് മിസ്കോട്ട് ചെയ്താൽ മതി. അല്പം ജന്മാന്തരമായൊരു ക്രിമിനോളജിക്കൽ മൈൻഡും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഞാൻ പറഞ്ഞതൊക്കെ
ശരിയാണെന്ന് വിശ്വസിച്ചല്ല അവിടെ. ശരിയായിരിക്കുമോ? ആയിരിക്കും. ഉദാഹരണങ്ങൾ എനിക്കുണ്ട്, ഒരു 10-100 കേസ്. കാരണം ഇത് പഠിക്കുന്ന ഒരു രസമായതുകൊണ്ട് മറിച്ചു നോക്കിയിട്ടുണ്ട്. പഠിക്കുന്നത് വെറും രസമായതുകൊണ്ട്. രസത്തിന് പഠിക്കുന്നതൊക്കെ പഠിച്ചിട്ടുള്ളൂ, അല്ലാതൊന്നും പഠിച്ച് വിവരമൊന്നുമില്ല. അതിൻ്റെ രസം കൊണ്ട് അറിയാം. പക്ഷെ അതൊന്നും ഇന്ന് ആചാരമായിട്ടില്ല, വിചാരമായിട്ടില്ല, അതുപയോഗിക്കുന്നവരിൽ പോലും അറിവായിട്ടില്ല. അവിടെയാണ് ഒരു ജനതയുടെ അറിവായി ഇത് മുഴുവൻ രൂപാന്തരപ്പെടുന്നത്. എത്ര കാലം കൊണ്ടാണ്, എത്ര ജന്മങ്ങൾ കൊണ്ടാണ്, എത്ര ജനിതക സംശ്ലേഷണം കൊണ്ടാണ്, എത്ര പാരമ്പര്യ പ്രേഷിത രംഗങ്ങൾ കൊണ്ടാണ്. നിങ്ങളുടെ അമ്മൂമ്മ ചീര നടുമ്പോൾ പൊടിയരി വാരിയിടുന്ന കണ്ടിട്ടുണ്ട്? ശരിയല്ല, കണ്ടിട്ടുണ്ട്. ചീര കിളുക്കാൻ പൊടിയരി വളമൊന്നുമല്ല. എന്തിനായിട്ട്? ഉറുമ്പിനരിയിട്ടവ. അമ്മൂമ്മ വളരെ സൗമ്യമായി നിശബ്ദമായി ആ പൊടിയരി ആദ്യം തൂളി ഉറുമ്പിനോട്, അതിൻ്റെ ഒരു പൂർവനോട്, തൻ്റെ ഒരു പൂർവനോട്, അവന്റെ പാരമ്പര്യത്തിൽ ജനിച്ച തൻ്റെ ഒരു സഹോദരനോട്, നിനക്കുള്ളത് ഇതാണ്, മറ്റത് എൻ്റെ കുട്ടികൾക്കൊക്കെ ഉള്ളതാണ്. ഇത് നേരാവണ്ണം വളർന്നു വന്നാൽ ഇതിൻ്റെ വിത്ത് വന്ന് ഇനിയും ഇടുമ്പോൾ നിനക്ക് എൻ്റെ പരമ്പരയിൽ നിന്ന് ഇത് കിട്ടും. ഇല്ലെങ്കിൽ നീ എൻ്റെ പരമ്പരയും ഞാൻ നിന്റെ പരമ്പരയും നശിപ്പിക്കുന്നതായി മാറും. നിനക്ക് നശിപ്പിക്കാവുന്നത് എൻ്റെ പരമ്പരയുടെ ആഹാരത്തെയാണ്, എനിക്ക് നശിപ്പിക്കാവുന്നത് നിന്നെ വിഷങ്ങൾ കൊണ്ടാണ്. വെറുമൊരാചാരം. ആ ബ്രഹ്മാദി പിപീലികന്ത തനുസുർപ്രദാജഗത്തക്ഷിണി ആ ബ്രഹ്മസ്തംഭ പര്യന്തം. ആ ബ്രഹ്മാദി പിപീലികന്ത തനുസുർ പ്രദാജഗത്തക്ഷിണി. നിന്നിലും എന്നിലും സാക്ഷിയായിരിക്കുന്ന അന്ധകരണം ഏകവും അദ്വയവുമായി. ആചാരം മനസ്സിലായി? ആ പൊടിയരിയുടെ അന്തസ്ഥിത ഭാവങ്ങളിലെ കുറുമ്പിന്റെ ഹൃദയകമലം വിടരുമ്പോൾ അത് ആ ചീരയ്ക്ക് ചുറ്റും നടക്കുന്നത് ആ ചീരയരി പെറുക്കാനല്ല, തനിക്കാദ്യമായി അത്താവായ തനിക്കന്നമായി തീർന്ന ആ വല്യമ്മയുടെ ചീരയരിയെ കിളിപ്പിച്ച് മുളപ്പിച്ച് വളർത്തുമ്പോൾ അതിന് വരാൻ പോകുന്ന കീടങ്ങളെ മുഴുവൻ ഒന്നിച്ചാക്രമിച്ച് വലിച്ചു തള്ളാൻ. ഉറുമ്പും വല്യമ്മയും തമ്മിലുള്ള ജന്മജന്മാന്തര സൗഹൃദത്തിന്റെ പാവസ്ഥിരാണി ഹൃദയാന്തര സൗഹൃദാനി എന്ന് കാളിദാസൻ ശാകുന്തളത്തിൽ പറഞ്ഞതുപോലെ ജന്മാന്തര സൗഹൃദത്തിന്റെ പൂർവജനിസ്മൃതികളുടെ ഇന്ന് രണ്ടു കാലിൽ എഴുന്നേറ്റ് നിന്ന് തേങ്ങ പൊതിക്കുകയും വിറക് വെട്ടുകയും ചെയ്യുന്ന വല്യമ്മ ഇന്നലെ ഏതോ ഒരു പൂർവസ്മൃതിയിൽ ഈ ഉറുമ്പായി ഈ മുറ്റത്തുകൂടി ഇഴഞ്ഞു നടന്ന ഓർമ്മയുടെ ലോകങ്ങളിലേക്ക് പോകുമ്പോൾ തൻ്റെ പൂർവനായി അർപ്പിച്ചു വെക്കുന്ന ഒരു പൊടിയരിയിലൂടെ 100 ഗ്രാം ചീരയരി പാവുന്നു.
അതിൻ്റെ കൂടെ 50 ഗ്രാം പൊടിയരി വിതറുന്നു. ധാരാളമായി. പൊടിയരി മുഴുത്തതായതുകൊണ്ട് ചീരരിയേക്കാൾ വലിപ്പമുണ്ട്. 50 ഗ്രാം പൊടിയരി തൂളുന്നു. 50 ഗ്രാം പൊടിയരിക്ക് ഇന്നത്തെ മാർക്കറ്റ് വില 75 പൈസ. നല്ല അരി, സൂപ്പർ ഫൈൻ. മറ്റതാണെങ്കിൽ ഒരു 30 പൈസ. കടയിൽ നിന്ന് തൂത്തുവാരി എടുക്കുന്നതാണെങ്കിൽ ഒരു 10 പൈസ. ഇത്രയും കൂട്ടിയാൽ മതി. 50 പൈസ ആ എറുമ്പിനായി മുടക്കുമ്പോൾ സമഗ്രമായൊരു വൈശ്വാനര ദർശനത്തിന്റെ ലോകങ്ങളിലേക്ക് വല്യമ്മയും ഉറുമ്പും ഉണർന്നെഴുന്നേക്കുന്ന മനോമോഹനമായൊരു ലോകത്തെ ഹൃദയാന്തര സൗഹൃദത്തിന്റെ അവതലങ്ങൾ. പകരം 7 രൂപ 50 പൈസ മുടക്കി 100 ഗ്രാം BHC 100% വീര്യമുള്ളത് വാങ്ങിച്ച് പകയോടുകൂടി ഈ വല്യമ്മയുടെ മകൾ വിദ്യാഭ്യാസവും സംസ്കാരവുമുള്ളവൾ, PhD എടുത്തവൾ, മനസ്സിലായില്ല, അവിടെ കൊണ്ടുപോയി തൂളുമ്പോൾ മക്കളെ അങ്ങോട്ട് പോകണ്ട, പഴയ വല്യമ്മയെപ്പോലല്ല, അവള് പഠിപ്പുള്ളവളാണ്, PhD-കാരിയാണ്, പത്രാസുള്ളവളാണ്, അവളുടെ സന്തതി പരമ്പരകൾ കുറ്റിയറ്റു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആ ഉറുമ്പ് കുഞ്ഞുങ്ങളോട് അങ്ങോട്ട് പോകണ്ടെന്ന് വിലക്കി. അവ അവിടുന്ന് ഒഴിഞ്ഞു മാറിപ്പോകുമ്പോൾ 50% വീര്യമുള്ള BHC പൗഡർ വലിച്ചെടുത്തു വളർന്ന ചീര നാളെ കറിയായി കൂട്ടുന്ന അവളുടെ മകളുടെ, ഗർഭിണിയായ മകളുടെ മുലപ്പാലിൽ BHC പൗഡർ കുഞ്ഞിന്റെ നൊട്ടിനുണയുന്ന നാവിലൂടെ അകത്തേക്ക് കടന്നു പോകുമ്പോൾ, വൈകല്യങ്ങളിലൂടെ ജനിക്കുമ്പോൾ, കുട്ടനാട്ടിലെ സ്ത്രീകളുടെ മുലപ്പാലിൽ BHC പൗഡർ ഉണ്ടെന്ന് ഗവേഷകർ രേഖപ്പെടുത്തിയിട്ട് 1.5 കൊല്ലമേ ആകുന്നുള്ളൂ. എങ്ങനെ യൂസ് ചെയ്തിട്ടാണെന്നറിയില്ല. BHC പൗഡർ ഉറുമ്പിന് വെച്ചതാണ്. ഉറുമ്പിന് ഓടിപ്പോകാം, മുല കുടിക്കുന്ന കുഞ്ഞിന് ഓടിപ്പോകാൻ പറ്റില്ല. അതും അമൃതോപമമായ മുലപ്പാലിലൂടെ BHC പൗഡറായി നീങ്ങുമ്പോൾ ശാസ്ത്രത്തിന്റെ ഗതീയതയ്ക്കുമേൽ മാനവാചാരം എത്ര ഉയർന്നു നിൽക്കുന്നു ചില രംഗങ്ങളിലെങ്കിലും. ശരിയല്ല.